നമസ്കാരം. ഭാരത് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം പ്രശാന്ത്. ബംഗാളിൽ ഇപ്പോൾ ദീനരോധനം ഉയർന്നു കേൾക്കുകയാണ്. എന്നെ വിട്ടു പോകരുതേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദീദിയുടെ മമത ബാനർജിയുടെ ചിറകും കൈയും കാലും ഒക്കെ അരിഞ്ഞ് മമത ഇപ്പം നിസ്സഹായായി ഒന്നും ചെയ്യാനാത്ത അവസ്ഥ. സ്വന്തം പാർട്ടി MP-യിലെ പ്രധാനിയായ സൗമിത്ര ഖാൻ അടക്കം കാഗുളി ഘോഷിനടക്കം വൈ കാറ്റഗറി സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നു കേന്ദ്ര സർക്കാർ. കാരണം മമത ഇവരെ എന്തും ചെയ്യുമെന്ന് ഉറപ്പാണ്. സ്വന്തം MP-മാരാണ്. അത് പോരാഞ്ഞിട്ട് അഭിഷേക് ബാനർജിയെ പാപി എന്നാണ് സൗമിത്ര ഖാൻ വിശേഷിപ്പിച്ചത്. ഇവൻ ഉടനെ ജയിലിലേക്ക് പോകുമെന്നും ഒരു അടിക്കുറിപ്പ് കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ട്രെൻഡ് ബംഗാളിൽ ഇപ്പോൾ മാറി വരുന്ന ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കുന്നത്, കാരണം ഇനി TMC നിന്നിട്ട് കാര്യമില്ല. ആ പാർട്ടി അങ്ങ് പിരിച്ചുവിടണം, പാർട്ടി പൊളിച്ചു കളയണം എന്നാണ് ഇപ്പോൾ അവരാവശ്യപ്പെടുന്നത്. പാർട്ടി ആസ്ഥാനം പൊളിച്ച് പാർട്ടിയും പിരിച്ചുവിടണമെന്നാണ് ഇപ്പോൾ ഈ MP-മാർ ആവശ്യപ്പെടുന്നത്. ഒന്നും രണ്ടുമല്ല, 20ഓളം MP-മാരാണ്. ഇപ്പം ഒരു MP പോയാൽ എത്ര MLA-മാർ കൂടെ പോകും, എത്ര കൗൺസിലർമാർ നഗരസഭകൾ ഒപ്പം കൂടെ പോകുന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം ഒരു MP എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഘടനയാണല്ലോ, പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളിൽ. ലോക്സഭാ മണ്ഡലം, ഒരു മണ്ഡലം മൊത്തം അടപടലം ഒരു BJP-ലേക്കാണ്. ഏറ്റവും കുറഞ്ഞത് 7 MLA-മാര്. കേരളത്തിലെ പോലെ ജനസാന്ദ്രത കൂടിയ സ്ഥലത്തൊക്കെയാണ് 7 മണ്ഡലങ്ങൾ വരെ ഒരു ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്നുണ്ട്. ഇവരെല്ലാം പോകുന്നവരെ BJP-യിലേക്കാണ്, ഒരു സംശയം വേണ്ട. അതാണ് BJP സർക്കാർ ഇവർക്ക് പ്രത്യേക കേന്ദ്ര സുരക്ഷയൊക്കെ ഏർപ്പാടാക്കിയിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഓർക്കണം, കേരളത്തിൽ നമുക്കുള്ളത് മുമ്പ് ഗവർണർക്കായിരുന്നു അല്ലേ, പിന്നെ വെള്ളാപ്പള്ളി നടേശനും പ്രത്യേക കേന്ദ്ര സുരക്ഷ ഉണ്ടായിരുന്നത്. ബംഗാളിൽ എല്ലാവർക്കും, എല്ലാ തൃണമൂൽ MP-മാർക്കും ഏർപ്പെടുത്തേണ്ട അവസ്ഥയാണ്. ശരിക്കും ഇങ്ങനെ കാര്യങ്ങൾ വിട്ടുപോയാൽ ഒരു 1-2 ദിവസത്തിനകം, അതായത് ED ഇനി ബംഗാളിൽ കയറുന്നതിന് മുമ്പ് തൃണമൂലിൻ്റെ ആ തകർച്ച പൂർണ്ണമാകില്ലേ? അല്ല, ഇത് ബംഗാളിൽ തൃണമൂലിൻ്റെ തകർച്ച സമ്പൂർണ്ണമായി കഴിഞ്ഞു. ഇനി തകരാൻ ബാക്കിയില്ല. മമത തോറ്റു. അഭിഷേക് ബാനർജിയുടെ അഭിമാന മണ്ഡലങ്ങളിൽ തൃണമൂൽ തോറ്റോടി. അങ്ങനെ ഒരു വല്ലാത്ത പ്രതിസന്ധി ഘട്ടത്തിലാണ് തൃണമൂൽ അവിടെ നിൽക്കുന്നത്. തൃണമൂലിന് കയറി വരാൻ സാധിക്കുന്നില്ല. ഇന്നിപ്പോൾ തൃണമൂൽ അവിടെ നിലനിൽപ്പിന് വേണ്ടി മത്സരിക്കുന്നത് CPM-നോടാണ്. കാരണം CPM ഈ BJP ഭരണം അവിടെ വന്നതോടുകൂടി തൃണമൂലിന് ഭരണം നഷ്ടപ്പെടുകയും BJP അധികാരത്തിൽ വരികയും ചെയ്തതോടുകൂടി CPM-ൻ്റെ ആൾക്കാർ, ഒളിഞ്ഞിരുന്ന ആൾക്കാരെല്ലാം പതുക്കെ തലപൊക്കി തുടങ്ങി. അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിനുമുമ്പ് 2016 2014 ഒക്കെ നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ അടി പേടിച്ച് ബൂത്തിൽ, അതായത് പോളിംഗ് ബൂത്തിൽ വെട്ട് പേടിച്ച്, ഞാൻ കുറച്ചുകൂടെ ഒന്ന് മയത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അതെ, വെട്ട് കിട്ടാതിരിക്കാനായിട്ട് അവർ പോളിംഗ് ബൂത്തിൽ ഇൻ ഏജന്റുമാരെയും ഔട്ട് ഏജന്റുമാരെയും CPM വെച്ചിരുന്നില്ല. കാരണം ഈ പറഞ്ഞതുപോലെ തൃണമൂൽ കോൺഗ്രസിന്റെ കൈ കിട്ടിയാൽ കൊന്നുകളയും. പിന്നെ പ്രവർത്തിക്കാൻ ആളില്ലാത്ത അവസ്ഥ. ഈ 2014 മുതൽ അവിടെയുള്ള ഒരു അവസ്ഥ അതാണ്. 2012 2011 അവർക്ക് അധികാരം നഷ്ടപ്പെട്ടതിന് ശേഷം ഒരു തരത്തിലും CPM-നോട് തിരിച്ചു വരാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ BJP അവിടെ ഭരിക്കാൻ വന്നതോടുകൂടി പ്രവർത്തന സ്വാതന്ത്ര്യം തിരിച്ചു കിട്ടുകയും പാർട്ടി ഓഫീസുകൾ തിരിച്ചു കിട്ടുകയും ചെയ്തത് CPM-ന്, അതെ, ജനാധിപത്യപരമായിട്ട് CPM-ന് ഒരു പുതുജീവൻ നൽകിയിരിക്കുകയാണ്. അപ്പോൾ വാസ്തവത്തിൽ ഈ തൃണമൂലിലേക്ക് പോയ ആൾക്കാരെല്ലാം തിരിച്ച് CPM-ലേക്ക്, എന്ന് വെച്ചാൽ അടി പേടിച്ച് തൃണമൂലിൽ ചേർന്ന കുറേ ആൾക്കാരുണ്ട്. അതിൽ വലിയൊരു വിഭാഗം BJP-ക്കൊപ്പം പോയി. ബാക്കി BJP-ക്കൊപ്പം പോകാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അവർ ഈ തൃണമൂലിൽ തന്നെ ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുകയായിരുന്നു. അവരിപ്പോൾ തിരിച്ച് CPM-ലേക്ക് വന്നു തുടങ്ങി. അതുകൊണ്ട് ഇപ്പോൾ CPM-ഉം തൃണമൂലും തമ്മിലാണ് അവിടെ ഒരു അതിജീവനത്തിൻ്റെ മത്സരം നടക്കുന്നത്. സത്യത്തിൽ ഇപ്പോൾ രാജേഷ് ജി പറഞ്ഞതുപോലെ അവിടെ കാകോലി ഘോഷ്, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് കാകോലി ഘോഷ് ദസ്തഗീർ, അങ്ങനെ എന്തോ ആണ്, ദസ്തിദാർ, അതെ, അദ്ദേഹമാണ് 6 TMC MLA-മാരെയും കൂടെ ചേർത്തുകൊണ്ട് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി വിളിച്ചൊരു യോഗത്തിൽ പങ്കെടുത്തത്. അതായത് സുവേന്ദു അധികാരി അധ്യക്ഷത വഹിച്ച ഒരു ഔദ്യോഗിക ഭരണപരമായ യോഗം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എപ്പോഴും നമുക്കറിയാം, കേരളത്തിൽ അങ്ങനെ വിളിക്കാറുണ്ട്,
MP-മാർ പങ്കെടുക്കാറുണ്ട്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലായിരിക്കും ഈ യോഗം വിളിക്കുന്നത്. അതുപോലെ വിളിച്ചൊരു യോഗത്തിൽ ഈ കാകോലി ഘോഷ് ദസ്തിദാർ എന്ന് പറയുന്ന തൃണമൂലിൻ്റെ MP, വെറും MP അല്ല, അവർ തൃണമൂലിന് 29 MP-മാരാണ് ആകെ ഉള്ളത്. 42 സീറ്റാണ് അവിടെ ഉള്ളത്. 12 സീറ്റ് BJPക്ക്, 1 സീറ്റ് എന്തോ സ്വതന്ത്രൻ, അങ്ങനെ എന്തോ ആണ് അവിടുത്തെ ഒരു കണക്ക്. അതിൽ 29 സീറ്റ് TMCക്കാണ്. ആ 29 MP-മാരുടെ പാർലമെൻറ്റിലെ തൃണമൂലിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡറാണ് ഈ കാകോലി ഘോഷ്. ആ കാകോലി ഘോഷാണ് ഇവിടെ ഇതിൽ പങ്കെടുത്തിരിക്കുന്നത്. ഇതിൽ പങ്കെടുത്തു എന്ന ഒറ്റ കാരണം ചൂണ്ടിക്കാട്ടി ഇദ്ദേഹത്തെ തൃണമൂൽ കോൺഗ്രസ് ഈ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പിൻവലിച്ചു. മമത പിൻവലിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിനെ പിൻവലിച്ച ഉടനെ തന്നെയാണ്, ഇദ്ദേഹം തൃണമൂലിൻ്റെ ചീഫ് വിപ്പും കൂടിയായിരുന്നു കാകോലി ഘോഷ്. ആ കാകോലി ഘോഷിനെ പിൻവലിച്ച ഉടനെ തന്നെ കേന്ദ്ര സർക്കാർ ഇദ്ദേഹത്തിന് Y കാറ്റഗറി സുരക്ഷ ഏർപ്പാട് ചെയ്തു. കാരണം കാകോലി ഘോഷിൻ്റെ ജീവന് ആപത്തുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് തൃണമൂൽ ഗുണ്ടകൾ ഇദ്ദേഹത്തെ കൊല ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് കേന്ദ്ര സർക്കാർ വളരെ പെട്ടെന്ന് തന്നെ Y കാറ്റഗറി സുരക്ഷ അദ്ദേഹത്തിന് അനുവദിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ സുരക്ഷ വേറെ കിട്ടും, പക്ഷേ എങ്കിലും കേന്ദ്രം Y കാറ്റഗറി സുരക്ഷ അദ്ദേഹത്തിന് കൊടുത്തു എന്നുള്ളതാണ്. ഇനി നമ്മൾ പറഞ്ഞ കണക്ക് ശരിയായി. ഒരു MP-ക്കൊപ്പം 6-7 MLA-മാരെന്നുള്ളത് അതിനേക്കാളും ഒക്കെ പ്രസക്തമായ മറ്റ് ചില കാര്യങ്ങൾ അതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ BJPയുടെ MP-യാണ് സൗമിത്ര ഖാൻ. അദ്ദേഹം ആണ് ഈ ഇപ്പോൾ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. BJP കേന്ദ്ര നേതൃത്വം അനുവദിച്ചാൽ 20 MP-മാരും നിരവധി MLA-മാരും തൃണമൂൽ വിട്ട് BJP ചേരും. കേന്ദ്ര നേതൃത്വത്തിൻ്റെ അനുമതിക്ക് കാത്തു നിൽക്കുകയാണ്. അവർ അംഗീകാരം നൽകിയാൽ അടുത്ത നിമിഷം ഈ മാറ്റം നടക്കും. അപ്പോൾ കൂറുമാറ്റ നിരോധന നിയമം വരാതിരിക്കണമെങ്കിൽ 2/3 പേര് മാറണം. 29-ൽ 20 എന്ന് പറയുമ്പോൾ 2/3 ആയിക്കഴിഞ്ഞു. ഇനി MLA-മാരുടെ കാര്യത്തിലാണ് നമുക്ക് അറിയില്ല. 80 MLA-മാരുണ്ട്. അപ്പോൾ അതിൽ പിന്നെ 2/3 എന്ന് പറയുമ്പോൾ ഒരു നല്ല സംഖ്യ MLA-മാർ വരേണ്ടി വരും. തീർച്ചയായിട്ടും ഒരു 55-60 MLA-മാരെങ്കിലും വരേണ്ടി വരും എന്നാണ് ഞാൻ കരുതുന്നത്. ഇരിക്കട്ടെ. അപ്പോൾ ഈ BJP സൗമിത്ര ഖാൻ ഇപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മറ്റൊരു സംശയം കൂടി വരുന്നു. ഈ കാകോലി ഘോഷ് ഒരു സീനിയർ നേതാവാണ്, നിസ്സാരക്കാരനല്ല. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ ഒരു ഈ പറയുന്നത് പോലെ Y കാറ്റഗറി സുരക്ഷ കൊടുക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം അത് വെറുതെ കൊടുത്തതാണ്. ഒരു ഈ പറഞ്ഞതുപോലെ ഒരു പിന്നെ ആക്രമണ ഭീഷണി, തൃണമൂലിൻ്റെ വധഭീഷണി അത് നേരിടാൻ മാത്രം കൊടുത്താണ്. കാരണം അത് നേരിടാനാണെങ്കിൽ സംസ്ഥാന പോലീസിൻ്റെ ഒരു ഇത് കൊടുത്താൽ മതി അദ്ദേഹത്തിന്. പക്ഷെ Y കാറ്റഗറി കൊടുത്തപ്പോൾ എനിക്കൊരു സംശയം, BJP ഒരു ഷഫ്ലിംഗ് വരാൻ പോവാണ്. വരുന്ന ഏതാണ്ട് ഒരു 2-3 ആഴ്ചക്കുള്ളിൽ കേന്ദ്ര മന്ത്രിസഭയിൽ ഒരു ഷഫ്ലിംഗ്. അപ്പോൾ അർഹമായ ഒരു പ്രാതിനിധ്യം ഈ വരുന്നവരുടെ നേതാവിന് കൊടുക്കാനുള്ള സാധ്യത എഴുതി തള്ളാൻ കഴിയില്ല. കാകോലി ഘോഷ് ഒരു പക്ഷേ കേന്ദ്ര മന്ത്രിസഭയിൽ, അതായത് യൂണിയൻ ക്യാബിനറ്റിൽ അദ്ദേഹം വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതാണ് ഞാൻ അതിൽ കാണുന്ന ഒരു പ്രത്യേകത. അങ്ങനെ വെറും സഹമന്ത്രി ആയിരിക്കില്ല, സഹമന്ത്രിയല്ല, അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരിക്കും. ക്യാബിനറ്റ് റാങ്കുള്ള കേന്ദ്രമന്ത്രിയായിരിക്കും. അതല്ലേ ഈ Y കാറ്റഗറി സുരക്ഷ അനുവദിക്കാൻ കാരണം ആയിരിക്കാം. ഇത് വെറും ഒരു മാറ്റമല്ല. കാരണം അത് ബംഗാളിനും കേന്ദ്രത്തിനും ഒരുപോലെ വിലപ്പെട്ട ഒരു MP. മാത്രമല്ല, അത് ഈ തൃണമൂൽ കോൺഗ്രസിനെ BJP തകർക്കണ്ട. തൃണമൂൽ കോൺഗ്രസിനെ അവിടുത്തെ കോൺഗ്രസ്സുകാരും CPM-കാരും കൂടെ തകർത്തോളൂ. കാരണം പരമ്പരാഗതമായിട്ട് ഇവർ എത്രയോ വർഷങ്ങളായിട്ട് അവിടെയുള്ള പാർട്ടിയാണ്. ഈ പാർട്ടിയാണ് കഴിഞ്ഞ 15 വർഷം ഈ 2 പാർട്ടികളെ പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിച്ച് ഇവരെ അടിച്ചൊതുക്കി വെച്ചിരുന്നത്. ഈ അവസരം കിട്ടിയപ്പോൾ അവർ സടകുടഞ്ഞ് എഴുന്നേറ്റു. ഈ 2 പേരും ചേർന്ന് തൃണമൂലിനെ വിഴുങ്ങും. ഈ ജനപ്രതിനിധികളെല്ലാം BJP കൊണ്ടുപോയി. ഇനി കുറേ ക്രിമിനലുകളാണ് ഇതിന് ബാക്കിയുള്ളത്. പിന്നെ മമതയുടെ ഏറാൻ മൂളികളും, മമതയുടെയും അഭിഷേക് ബാനർജിയുടെയും, അതിനെല്ലാം ഇടതുപക്ഷവും കോൺഗ്രസും കൊണ്ടുപോകട്ടെ. എന്തായാലും BJPക്ക് അവിടെ ഒരു പ്രതിപക്ഷം വേണം. തൃണമൂലല്ലാതായാൽ മതി. കാരണം തൃണമൂലിനെ
തൃണമൂൽ എന്ന് പറയുന്നത് ഒരു പ്രത്യേക പ്രതിഭാസമാണ്. അതിനകത്തൊരു രാഷ്ട്രവിരുദ്ധതയുണ്ട്, അതെ. അതിനകത്തൊരു ദേശദ്രോഹമുണ്ട്. അതായത് നുഴഞ്ഞു കയറിയ ബംഗ്ലാദേശികളെയും റോഹിംഗ്യകളെയും ഉപയോഗിച്ച് കഴിഞ്ഞ 15 വർഷം കൊടിയ ഭീകരത ബംഗാളിൽ അഴിച്ചുവിട്ട മമതാ ബാനർജി, ആ മമതയുടെ രാഷ്ട്രീയം നശിക്കണം. ആ രാഷ്ട്രീയം ഒരിക്കലും പ്രതിപക്ഷത്ത് പോലും ഉണ്ടാകരുത്. അതാണ് BJPയുടെ തീരുമാനം. അതവർ നടപ്പാക്കിയിരിക്കുന്നു ഭംഗിയായിട്ട്. അപ്പോൾ മമത ഇനി ബംഗാൾ രാഷ്ട്രീയത്തിലില്ല. ബംഗാൾ രാഷ്ട്രീയ ചരിത്രത്തിൽ 15 വർഷം ബംഗാളിനെ ഭരിച്ചു മുടിപ്പിച്ച, 34 വർഷം CPM ചെയ്യാത്ത ദ്രോഹം ചെയ്ത ഒരു പാർട്ടിയാണ്. ഒരു സ്ത്രീ വനിതയാണ്. ഒരു വനിതയാണ്. അപ്പോൾ അത് ഇനി ബംഗാളിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ മാത്രം ഇടം പിടിക്കും. ബാക്കി തീർന്നു. അപ്പോൾ ഇനി അവിടെ പഴയതുപോലെ ഒരു ഇന്ത്യ മുന്നണി ഉണ്ടാവും, അതിനകത്ത് ഇടതുപക്ഷവും കോൺഗ്രസും ഉണ്ടാവും. തൃണമൂലിൻ്റെ അംശം എത്ര കാണുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. തൃണമൂല് ചേർന്നിട്ടില്ലല്ലോ, എല്ലാവരും വിഘടിച്ച് നിൽക്കുകയായിരുന്നല്ലോ. അല്ല, വിഘടിച്ച് നിൽക്കുകയാണ്. പക്ഷേ ഡൽഹിയിലെത്തുമ്പോൾ ഇവരൊക്കെ ഒരുമിച്ചാണ്. അതെ, ഇവരെല്ലാം ഒരുമിച്ച്. സ്വന്തം സംസ്ഥാനത്ത് ഒരുമിക്കാതെ. ഈ കോൺഗ്രസിന് അവിടെ പ്രവർത്തന സ്വാതന്ത്ര്യം കിട്ടിയത് BJP വന്നതിന് ശേഷമാണ്. പക്ഷെ ആ കോൺഗ്രസ് എന്നാലും തൃണമൂലിൻ്റെ തോളിലെ കൈയിടുകയുള്ളൂ. തീർച്ചയായും ഇടതുപക്ഷവും അതുപോലെ തന്നെ. അവരും തൃണമൂലുമായിട്ടേ അവർ ഒന്ന് ആലോചിച്ച് നോക്കണം, ആരാണ് അവരെ നശിപ്പിച്ചത്, ആരാണ് അവരെ ഇല്ലായ്മ ചെയ്തത്? അത് മമതയും തൃണമൂലുമാണ്. പക്ഷേ BJPയെ നേരിടാൻ മമതയും തൃണമൂലുമായിട്ട് കൈകോർക്കാൻ അവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതാണ് രാഷ്ട്രീയം. മുഖത്ത് നോക്കി ചിരിക്കും, ചിരിച്ചുകൊണ്ട് നെഞ്ചത്ത് തന്നെ തൊഴിക്കും. BJP ചെയ്ത ഉപകാരമൊന്നും ഉപകാരമേ അല്ല. അത് തമിഴ്നാട്ടിൽ മറ്റൊന്ന് നന്ദികേടും കൂടിയുണ്ട്. തമിഴ്നാട്ടിൽ നന്ദികേടും കൂടിയുണ്ട്. കാരണം DMKയുടെ ഭാഗമായി നിന്നിട്ട് ഒറ്റ രാത്രി ഇരുട്ടി വോട്ട് വാങ്ങി അവരുടെ പണം കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തി വോട്ട് വാങ്ങിച്ച് ജയിച്ച കക്ഷി ഒറ്റ രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ അവരെ പുറങ്കാലിന് തൊഴിച്ച്, സ്റ്റാലിനെയും മകൻ ഉദയനിധിയെയും പുറങ്കാലിന് തൊഴിച്ച് നേരെ കോൺഗ്രസിന്, നമ്മുടെ ഇദ്ദേഹത്തിനൊപ്പം വിജയിനൊപ്പം TVKയ്ക്കൊപ്പം ചേർന്നു. അക്കാര്യത്തിൽ കോൺഗ്രസും മോശമല്ല, ഇടതുപക്ഷവും മോശമല്ല, മുസ്ലിം ലീഗും മോശമല്ല. ആദ്യം ഇടതുപക്ഷവും മുസ്ലിം ലീഗും ഒക്കെ ഒന്ന് അറച്ചു നിന്നു. പക്ഷേ അവസാനം അവർ കോൺഗ്രസിൻ്റെ ഇടപെടൽ അതിനകത്തുണ്ടായപ്പോൾ തീർച്ചയായിട്ടും ഇതാണ് നമുക്ക് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷവും മറ്റേ മുസ്ലിം ലീഗും ഇവർക്കൊപ്പം വരികയും TVKയുടെ മന്ത്രിസഭയിൽ അംഗങ്ങളാവുകയും ചെയ്തിരിക്കുന്നു. അത് നന്ദികേടിൻ്റെയും നെറുകേടിൻ്റെയും രാഷ്ട്രീയമാണ്. ബംഗാളിൽ പക്ഷേ അവർക്ക് അത്ര പെട്ടെന്നൊന്നും അവിടെ ഇനി പഴയ ഒരു പച്ചപ്പിലേക്ക് തിരിച്ചു വരുന്നത് പോയിട്ട് ഒന്ന് നേരെ ചൊവ്വേ തലവെക്കാൻ പോലും കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം ബംഗാൾ അതുപോലെ BJP തൂത്തുവാരിയിരിക്കുകയാണ്. ഇപ്പോൾ 207 എന്നുള്ളത് 208 സീറ്റായി. ഇനിയിപ്പോൾ 20 MPമാരൂടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ ഈ കാകോലി ഘോഷ് എന്നെ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാക്കുകയൊക്കെ ചെയ്താൽ, കാരണം Y കാറ്റഗറി സുരക്ഷ കിട്ടണമെങ്കിൽ കേന്ദ്ര ക്യാബിനറ്റിൽ ഇടം പിടിക്കണം. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പോസ്റ്റ് കൊടുക്കാനുള്ളൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അത് മമതയെ സംബന്ധിച്ചിടത്തോളം മമതയ്ക്ക് കിട്ടാവുന്ന, ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അടികളിൽ ഒന്നാണ്. നിരവധി അടികൾ കിട്ടിക്കഴിഞ്ഞു. അതിൽ എന്ന് വെച്ചാൽ നിങ്ങളുടെ ബാക്കി MPമാരും കൂടി വേണമെങ്കിൽ ഇങ്ങ് വന്നോ, BJP എടുത്തോളാം എന്ന ഒരു BJPക്ക് ഇവർ രാജിവെച്ച് BJPയിൽ ചേർന്നാലുള്ള ഗുണം BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം തികയ്ക്കുന്നതിനേക്ക് അടുക്കാം പാർലമെൻറ്റിൽ. BJP കൃത്യമായിട്ട് BJPയുടെ ലക്ഷ്യം അങ്ങനെയും കൂടിയുണ്ട്. കാരണം ഇപ്പോൾ 242 അംഗങ്ങളെ BJPക്ക് ഉള്ളൂ. അല്ല, 283 വേണം. അതായത് 41 പേരുടെ കുറവുണ്ട്. അതിലിപ്പോൾ 20 പേര് ഇതായി. DMK അങ്ങനെ വരാൻ സാധ്യത ഞാൻ കാണുന്നില്ല. DMK ഒരുപക്ഷെ മുന്നണിയിലേക്ക് വന്നേക്കാം, BJPയിലേക്ക് മാറി വരാൻ. അത് അങ്ങനെയാണെങ്കിൽ DMK പൊളിഞ്ഞു വരണം. DMKയെ പൊളിച്ച് ആ MPമാരെ ഇങ്ങോട്ട് കൊണ്ടുവരണം. DMKയ്ക്ക് അവിടെ 39 MPമാരാണ് ഉള്ളത്. എനിക്ക് തോന്നുന്നു ഇത്തവണയും അവിടെ BJPക്ക് MPമാരെ കിട്ടിയോ എന്നൊരു സംശയമുണ്ട്. ഒരു 24-ൽ എന്തായാലും അവിടെ ഈ പറഞ്ഞതുപോലെ 3/2 സംഖ്യ അവിടുന്ന് കൂറുമാറി വരണം, എങ്കിലേ അത് നിലനിൽക്കുള്ളൂ. DMKയുടെ കാര്യം നമുക്ക് ചർച്ച ചെയ്യാറായിട്ടില്ല. പക്ഷേ ബംഗാളിൽ കാര്യങ്ങൾ വളരെ വെടിപ്പായിരിക്കുന്നു, കൃത്യമായിരിക്കുന്നു. ഒരു സംശയവും വേണ്ട. ഈ കാകോലി ഘോഷ് മാറി ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിയാകും എന്ന് തന്നെ നമുക്ക് കരുതാം.